കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം വിനാശകാലേ വിപരീത ബുദ്ധി. വിനാശകാലേ വിപരീത ബുദ്ധി ഇതൊരു പഴഞ്ചൊല്ലാണ്. ഈ ചൊല്ലിലെ പതിരണ്ട ഇതെന്നാണ് നമ്മളുടെ അനുഭവം. അതായത് ഈ ചൊല്ല് 100% ശരിയാണ്. ചിലർ എന്ത് ചെയ്താലും ദോഷത്തിലേ സമാപിക്കും. അവർക്ക് ദോഷം ഉണ്ടാവുള്ളൂ. നല്ലത് പറഞ്ഞാൽ ഇത്തരക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അവർ വിനാശകരമായ കാര്യങ്ങളെ ചെയ്യൂ. അത് ചെയ്യല്ലേ മോനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാലൊന്നും അവർ അത് കൂട്ടാക്കില്ല. അവരത് ചെയ്തേ തീരൂ. ഇല്ലേ? നമ്മ ഒരുത്തൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചില ദുഷ്ടപ്രവർത്തികളോ അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യല്ലേ മക്കളെ എന്ന് നമ്മ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവൻ്റെ ആ വിപരീത ബുദ്ധിയാണ് അവൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന്. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ആര് പറഞ്ഞാലും ഇവർ കേൾക്കില്ല. അവസാനം ഇവർ ദുരിതത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും. ഈ ആരുടെ വാക്കും കേൾക്കില്ല, തന്നിഷ്ടപ്രകാരം ചെയ്യും. എന്നിട്ട് അവസാനം ചെന്ന് ദുരിതത്തിൽ വീഴുകയും ചെയ്യും. ഇവർക്ക് ദൈവവിശ്വാസം ഉണ്ടാകാറില്ല. പൊതുവെ ദൈവവിശ്വാസികളല്ല ഇവർ. കൂടുതലും ദൈവത്തെ നിശ്ചയിച്ച് സംസാരിക്കുന്നവരായിരിക്കും ഇവർ കൂടുതൽ. മറ്റുള്ളവരൊക്കെ പുച്ഛമായി കാണുന്ന ചില സ്വഭാവം ഇവർക്കുണ്ട്. ഇങ്ങനെയുള്ള ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അബദ്ധമായിരിക്കും. അപ്പൊ ആ അബദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർക്ക് ആ വിനാശ സമയത്ത് ഇതൊക്കെ തോന്നും. അതാണ് വിനാശകാലെ വിപരീത ബുദ്ധി. കുടുംബത്തിന് ഇവരെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. കുടുംബത്തിന് ഗുണം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നാടിന് വല്ല ഗുണം ഉണ്ടാവും. നാടിനും ഒരു ഗുണം ഉണ്ടാകില്ല. അപ്പൊ നശിക്കാൻ നേരത്ത് ഇവർ ഓരോന്ന് ചെയ്യും. അവരുടെ ജാതകപ്രകാരമായിട്ടോ അല്ലെങ്കിൽ രാശിപ്രകാരമായിട്ടോ ഇവർ ആ വിനാശ സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരക്കാർ കൂടുതലും പാപഗ്രഹങ്ങളുടെ അധീന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ അധീനത്തിൽ വരുന്ന ആ സമയത്താണ് ഇവർക്ക് കൂടുതലും ഈ വിനാശകരമായ ബുദ്ധി ഇവർക്കുണ്ടാകുന്നത്. അവരുടെ അപകാരങ്ങളിലുമാണ്. അതുപോലെ തന്നെ പാപഗ്രഹങ്ങളുടെ അപകാരകാലങ്ങളിലും ഇങ്ങനെ ഇവർക്ക് വിപരീത ബുദ്ധി തോന്നും ആണ് പ്രവർത്തിക്കുന്നത്. അവസാനം ഇവർക്ക് ചില പ്രായശ്ചിത്തം എന്തായെന്നും വരാം. ഇല്ലേ? അപ്പൊ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മറിഞ്ഞു കാണും. ചിലവര് ആത്മഹത്യ ചെയ്തെന്നും വരാം. ചിലവര് ആത്മഹത്യ ചെയ്തെന്നും വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അതിലവരെയാണ് നമ്മൾ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈ പഴഞ്ചൊല്ലിൽ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.